ഗൈസ് അല്ല ഞൊണ്ടി ഇത് എങ്ങോട്ടാണ് നിങ്ങൾ ചോദിക്കും. അപ്പം നമ്മുടെ കാലിൽ മുറിവ് പറ്റിയ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ സാധനത്തിനെ കൊണ്ടുപോയി കാലൊരു പന്തം ഇരിക്കുന്ന പോലെ ഇല്ലേ ഗൈസ്. ചില സമയത്ത് ഇവൻ പറയുന്നതൊക്കെ ഇതിന് നമുക്ക് മണ്ണെണ്ണയ്ക്കകത്ത് മുക്കി കത്തിക്കാൻ തോന്നുന്നു. അവനങ്ങനെ പലതും തോന്നുന്നു ഗൈസ്, കാരണം എൻ്റെ കാലിലാണുള്ളത് ഇരിക്കുന്നത്. അപ്പം നമുക്കിന്ന് ഇത് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോകണം. എനിക്ക് ഹോസ്പിറ്റലിൽ കാണുമ്പോഴേ പേടിയാണ് ഗൈസ്, കാരണം ഇത് വലിച്ചിളക്കുന്നത് ഓർത്തിട്ട് അയ്യോ. അപ്പം നമ്മൾ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ആദ്യം നല്ല പേടി ഉണ്ടായിരുന്നു, കാരണം 2-3 ദിവസം ഇവിടെ വന്ന് വലിച്ചിളക്കിയപ്പോൾ ഞാൻ ഇവിടെ കിടന്ന് കീറി വലിച്ച് എനിക്കറിയത്തില്ല, ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് വരുന്നത്. ഇനി ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, തേർഡ് തിരിടാന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മുടെ കാലിൽ ഇത് ഇളക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഞാൻ എക്സ്പ്രഷൻ ഇടുന്നതാണ് ഗൈസ്. പക്ഷേ ഈ സംഭവം ഇതേപോലെയൊക്കെ വന്നാലേ ഇതിൻ്റെ വേദന മനസ്സിലാകത്തുള്ളൂ. ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഇവൻ്റെ വിചാരം നമ്മൾ ഇതൊക്കെ എന്തോ ഇങ്ങനെ കാണിക്കുന്നതാണെന്നാണ്. എങ്ങനെ ഉണ്ട്, നല്ല ഭംഗിയില്ല എൻ്റെ കാല് കാണാൻ. ഈ കാലിനെ വാഷ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഗൈസ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് വലിയ പെയിൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ വണ്ടിയിൽ എതറിൽ കയറിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് എൻ്റെ സന്തോഷം കണ്ടില്ല, വേദനയ്ക്കകത്തിൻ്റെ സന്തോഷമാണ് ഗൈസ്. അപ്പം നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ട് ബൈ ബൈയും.